ഹായ് ഹലോ ഫ്രണ്ട്സ്, മോഡേൺ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലം ജില്ലയിലെ കുണ്ടറ നെല്ലിലയിലാണ് ഈ ഒരു വർക്ക് ചെയ്തത്. ഈ ഒരു വീട്ടിൽ ഓപ്പൺ കിച്ചൺ, പിന്നെ അതേപോലെ 4 ബെഡ്റൂം വാർഡ്രോബ്, TV യൂണിറ്റ്, സ്റ്റെയർ കേസിൻ്റെ ബോട്ടൺ ഏരിയ, വാഷ് ഏരിയ, ഈ ഒരു വർക്കുകളാണ് ഈ ഒരു വീട്ടിൽ ചെയ്തു കൊടുത്തത്. ഓപ്പൺ കിച്ചൺ പൂർണ്ണമായിട്ടും ബോക്സ് ടൈപ്പ് ആയിട്ടാണ് ചെയ്തു കൊടുത്തത്. അലുമിനിയം പ്രൊഫൈലും പിന്നെ അതുപോലെ തന്നെ ഫോം ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബോക്സ് ടൈപ്പ് ചെയ്തു കൊടുത്തത്. അതിനുശേഷം അതിൻ്റെ മേലെ ഗ്രാനൈറ്റ് ആണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഈ ഒരു കിച്ചൻ്റെ കളർ തീം എന്ന് പറയുന്നത് ഗ്രീൻ ആൻഡ് സിൽവർ കളറാണ്. ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഷീറ്റ് ലെക്സയുടെ പ്രീമിയം ഷീറ്റാണ്. ഈ ഒരു ഷീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് 2 ഷെയ്ഡ് ആയിട്ടാണ് ഈ ഒരു ഷീറ്റ് നമുക്ക് തോന്നുന്നത്. ഗ്രീൻ ആൻഡ് ബ്ലൂ ഷെയ്ഡാണ് ഈ ഒരു ഷീറ്റിൻ്റെ 2 ഷെയ്ഡ് ആയിട്ടുള്ള കളർ നമുക്ക് തോന്നിക്കുന്നത്. ആ ഒരു ഷീറ്റാണ് ഈ ഒരു കിച്ചൻ്റെ ബോട്ടൺ ഏരിയയിലും പിന്നെ അതേപോലെ തന്നെ മുകൾ ഭാഗത്തെ ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള ആ ഒരു മുകൾ ഭാഗത്തെ ബോക്സിലും സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ലോഫ്റ്റ് പൂർണ്ണമായിട്ടും സിൽവർ കളറാണ് സെറ്റ് ചെയ്തത്. അത് ഫ്ലെക്സിബോണിൻ്റെ PVCയുടെ പ്രീമിയം ഷീറ്റാണ്. ഇതുകൂടാതെ തന്നെ ഈ ഒരു കിച്ചണിൽ വുഡ് ഫിനിഷിൽ വരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അലുമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ച് ഇതിനെ ബോക്സ് ടൈപ്പ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഫുൾ റൂട്ടിംഗ് ചെയ്തിട്ടാണ് ഈ ഒരു വുഡ് ഫിനിഷിങ്ങിൽ വരുന്ന സീറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഈ ഒരു കിച്ചൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും അതിനോടൊപ്പം വരുന്ന ഒരു ഓപ്പൺ സ്പേസുമാണ്. പൂർണ്ണമായിട്ടും റൂട്ടിംഗ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തത്. ഫ്ലെക്സിബോണിൻ്റെ PVC ലാമിനേറ്റഡ് ഷീറ്റാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു കിച്ചണിൽ വരുന്ന ആക്സസറീസുകൾ നമുക്ക് നോക്കാം. 2 ഡ്രോയർ ബാസ്ക്കറ്റ് ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് 2 ഡ്രോയർ ബാസ്ക്കറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തത്. അതുകൂടാതെ ഒരു ഓയിൽ പുള്ളൗട്ടും ഒരു കട്ട്ലറി യൂണിറ്റും ഒരു പ്ലേറ്റ് യൂണിറ്റുമാണ് ഈ ഒരു കിച്ചണിൽ ആക്സസറീസുകളായിട്ട് ബോട്ടൺ ഏരിയയിൽ സെറ്റ് ചെയ്ത് കൊടുത്തത്. മുകൾ ഭാഗത്തായിട്ട് ഒരു ടോളി യൂണിറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. അതിൽ ടോളി യൂണിറ്റിന് കൂളിംഗ് ഗ്ലാസ് ആണ് ഈ ഒരു ടോളി യൂണിറ്റിന് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഈ ഒരു കിച്ചണിൽ ചെറിയൊരു പ്രോ ലിഫ്റ്റ് കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോ ലിഫ്റ്റ് ചെറിയൊരു ഓപ്പൺ സ്പേസും കൂടി അടിയിൽ കൊടുത്തതിന് ശേഷം മുകളിലായിട്ടൊരു പ്രോ ലിഫ്റ്റ് കൂടി കൊടുത്തിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇതിലൊരു GTPT സെറ്റിങ്ങും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. ഫിക്സ്മോറിൻ്റെ സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് ആണ് ഈ ഒരു കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്ന ഹിഞ്ചസ്. അതേപോലെ ഈ ഒരു കിച്ചൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന ഈ ഒരു ബോക്സിൽ ചെറിയൊരു സ്റ്റോറേജ് പേസും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് 17 mm ഫോം ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഒരു കിച്ചൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് നോക്കാം. ഇതാണ് ഈ ഒരു കിച്ചൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഒരു കിച്ചൻ്റെ ടൈൽ വർക്കും പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്കും പൂർണ്ണമായിട്ടും ഫിനിഷിംഗ് ആയിട്ടില്ല. ഫിനിഷിംഗ് ആവണതിന് മുമ്പുള്ള ആ ഒരു വീഡിയോ ആണ് ഇത്. ഇനി ഇവിടുത്തെ വർക്ക് ഏരിയ കിച്ചൺ നമുക്ക് എങ്ങനെ ചെയ്തേക്കണമെന്ന് നോക്കാം. വർക്ക് ഏരിയ കിച്ചൺ ഓൾറെഡി സ്ലേവ് ചെയ്ത ഒരു കിച്ചണാണ്. ഈ ഒരു കിച്ചൻ്റെ ഫ്രണ്ട് സൈഡ് ബോട്ടം ഏരിയയിലെ കവറിങ്ങും പിന്നെ അതേപോലെ മുകൾ ഭാഗത്തായിട്ടൊരു ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ക്യാബിനും കൂടിയിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്.
മെയിൻ കിച്ചണിൽ വരുന്ന ആ ഒരു സെയിം ഷീറ്റ് തന്നെയാണ് ഈ ഒരു വർക്ക് ഏരിയ കിച്ചണും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ എങ്ങനെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. 17 mm ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തത്. അടിയിൽ വരുന്ന ഈ ഒരു ബോക്സും സൈഡിലായിട്ട് വരുന്ന ഓപ്പൺ സ്പേസ് ആയിട്ടുള്ള ആ ഒരു ബോക്സും ഫോം ഷീറ്റ് ഉപയോഗിച്ച് ബോക്സ് ടൈപ്പായി അടിച്ചതിന് ശേഷം അതിന് മേലെ ഫ്ലെക്സിബോണിൻ്റെ PVCയുടെ പ്രീമിയം ഷീറ്റ് ഉപയോഗിച്ച് ഫുൾ കവറിങ് ചെയ്തിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തത്. ഇതിൻ്റെ ബോർഡർ വരുന്ന ഈ ഒരു ഭാഗം പൂർണ്ണമായിട്ടും അലുമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഫുൾ കവറിങ് ചെയ്യാനായിട്ട് റൂട്ട് ചെയ്തിട്ടാണ് ഈ ഒരു അതിൻ്റെ ബോർഡർ സൈഡ് സെറ്റ് ചെയ്തത്. ഫ്ലെക്സിബോണിൻ്റെ മാർബിൾ ഷേഡിൽ വരുന്ന ആ ഒരു ഷീറ്റാണ് ഇതിൻ്റെ ബോർഡർ സൈഡായിട്ട് കൊടുത്തിരിക്കുന്നത് ടി വിയുടെ. ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ കൂടുതൽ ഭംഗി കിട്ടാനായിട്ട് ഇതിൻ്റെ ഈ ഒരു ബോർഡർ ഷേഡിൽ വരുന്ന ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു LED സ്ട്രിപ്പ് ലൈറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഓപ്പൺ സ്പേസിൽ വരുന്ന ആ ഒരു ഭാഗം ഫുള്ളായിട്ട് 2 വാട്ടിൻ്റെ LED വാം ഷെയ്ഡിൽ വരുന്ന ആ ഒരു ലൈറ്റും കൂടി സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തത്. ഇതിൻ്റെ ഡോറ് വരുന്നത് അലുമിനിയമാണ്. നടുവിലായിട്ടൊരു കൂളിംഗ് ഗ്ലാസും പിന്നെ അതുപോലെ തന്നെ 2 സൈഡിലായിട്ട് വുഡ് ഫിനിഷിൽ വരുന്ന ഷീറ്റാണ് കൊടുത്തത്. ഇനി ഇവിടുത്തെ വാർഡ്രോബുകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. വാർഡ്രോബുകൾ പൂർണ്ണമായിട്ട് ഇതിൻ്റെ പാർട്ടിഷൻ ചെയ്തിരിക്കുന്നത് ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇവിടുത്തെ വാർഡ്രോബുകൾ മുഴുവനായിട്ടും സ്ലൈഡിങ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിങ് ആയിട്ടാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തത്. അടിയിലെ ഈ ഒരു ഭാഗം സ്ലൈഡിങ് ആയിട്ടും മുകളിൽ വരുന്ന ആ ഒരു ഭാഗം ഡോർ ടൈപ്പ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ആദ്യത്തെ ബെഡ്റൂമിലെ വാർഡ്രോബാണിത്. വുഡ് ആൻഡ് ബീച്ച് കളറാണ് ഈ ഒരു വാർഡ്രോബിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കളറ്. ഫ്ലെക്സിബോണ്ടിൻ്റെ ഷീറ്റ് തന്നെയാണ് ഈ ഒരു വാർഡ്രോബിനായിട്ടും യൂസ് ചെയ്തിരിക്കുന്ന ഷീറ്റ്. സ്ലീക്കിൻ്റെ സോഫ്റ്റ് ടച്ചിൽ വരുന്ന ട്രാക്കും പിന്നെ അതേപോലെ തന്നെ അതിലെ വീലുമാണ് ഈ ഒരു സ്ലൈഡിങ് വാർഡ്രോബിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഫിറ്റിങ്സ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഉൾസൈഡിലായിട്ട് 2 ഡ്രോയർ ബാസ്ക്കറ്റും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഷട്ടറിൽ ഈക്വൽ തട്ടും ഒരു ഷട്ടറിലായിട്ട് ഹാങ്കറിങ്ങിനായിട്ടാണ് പാർട്ടിഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പാർട്ടിഷൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലെക്സിബോണ്ടിൻ്റെ ഫോം ഷീറ്റാണ്. ഈ ഒരു പാർട്ടിഷൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന 17 mm ഷീറ്റ്. വളരെ സോഫ്റ്റ് ടച്ച് ആയതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ഈ ഒരു വാർഡ്രോബിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഇതിലെ മിറർ ഫിക്സിംഗ് ആണ്. സ്ലൈഡായിട്ടാണ് ഈ ഒരു മിറർ ഫിക്സിംഗ് സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നത്. നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് നമുക്ക് പുറത്തോട്ട് വലിച്ച് സ്ലൈഡ് ചെയ്ത് നമുക്ക് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം സ്ലൈഡ് ചെയ്ത് ഉള്ളിലോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാവുന്ന ആ ഒരു രൂപത്തിലാണ് ഈ ഒരു മിറർ സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലെ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലെ ആ ഒരു സ്ലൈഡിങ് വാർഡ്രോബ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തെ വാർഡ്രോബിൻ്റെ സെയിം രീതിയിൽ തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വാർഡ്രോബിലും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലെ കളർ തീം എന്ന് പറയുന്നത് ഒരു പൈൻ വുഡിൽ വരുന്ന ഒരു വുഡ് ഫിനിഷിങ്ങിൽ വരുന്ന ഷീറ്റും പിന്നെ അതേപോലെ ഒരു മെയിൻ ആയിട്ടുള്ള ഷട്ടറിൽ ബീച്ച് കളറാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഈ ഒരു വാർഡ്രോബിൽ ഒരു ഡ്രോയർ ബാസ്ക്കറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒറ്റ ഡ്രോയർ ബാസ്ക്കറ്റ് ആണ് ഈ ഒരു വാർഡ്രോബിൽ സെറ്റ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വാർഡ്രോബിൽ സെറ്റ് ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ ഒരു മിററും കൂടി
ഈ ഒരു വാർഡ്രോബിൽ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇവിടുത്തെ എല്ലാ വാർഡ്രോബിനും സെറ്റ് ചെയ്തിരിക്കുന്ന സ്ലൈഡിംഗ് ട്രാക്ക് എന്ന് പറയുന്നത് സ്ലീക്കിൻ്റെ സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള സ്ലൈഡിംഗ് ട്രാക്കാണ്. ഇവിടുത്തെ എല്ലാ വാർഡ്രോബിനും യൂസ് ചെയ്തിരിക്കുന്ന ഇതിലെ സ്ലൈഡിംഗ് ട്രാക്കും അതേപോലെ തന്നെ ഇതിലെ വീലും. സൈഡ് ഭാഗത്ത് വരുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് ഈ ഒരു സൈഡ് ഭാഗത്തെ ബോർഡറും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോം ഷീറ്റാണ്. ഈ ഒരു ഫോം ഷീറ്റാണ് ഉപയോഗിച്ചതിന് ശേഷമാണ് ഇതിൽ ഈ ഒരു ഫീസിലെ HPL ഷീറ്റ് ഉപയോഗിച്ച് ഇത് ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ സൈഡ് കവറിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാർഡ്രോബ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു വാർഡ്രോബാണ്. മുകൾ ഭാഗത്തെ സെയിം രീതിയിൽ തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ ഒരു വാർഡ്രോബും സെറ്റ് ചെയ്ത് കൊടുത്തത്. മുകൾ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന അതേപോലെ തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു സെയിം കളർ തീം തന്നെയാണ് ഈ ഒരു വാർഡ്രോബിനും യൂസ് ചെയ്തത്. ഇതിലും ഇതേപോലെ തന്നെ സ്ലൈഡ് ചെയ്തിട്ടുള്ള ഒരു മിററും പിന്നെ അതേപോലെ ഒരു ഡ്രോയർ ബാസ്ക്കറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ എല്ലാവരും ഇതേപോലുള്ള വാർഡ്രോബുകൾ സെറ്റ് ചെയ്യാറ് പ്ലൈവുഡും മൾട്ടിവുഡും ഉപയോഗിച്ചിട്ടാണ് ഇതേപോലുള്ള സ്ലൈഡിംഗ് വാർഡ്രോബുകൾ സെറ്റ് ചെയ്യാറ്. ഞങ്ങളിവിടെ അലുമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്ലൈഡിംഗ് വാർഡ്രോബ് സെറ്റ് ചെയ്തത്. അതും സ്ലീക്കിൻ്റെ സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ട്രാക്ക് ഉപയോഗിച്ച്. മുകൾ ഭാഗത്തെ വരുന്ന ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലും സെറ്റ് ചെയ്തത്. ഇത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ പൈൻ വുഡിൽ വരുന്ന ആ ഒരു ഷീറ്റും ബീച്ച് കളറിൽ വരുന്ന ആ ഒരു ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ മാത്രം മുകൾ ഭാഗത്ത് വരുന്ന ആ ഒരു ബെഡ് സൈഡ് മുഴുവനായിട്ടും ഈ ഒരു റൂമിൽ ചെയ്തിട്ടുണ്ട്. സാധാരണ എല്ലാ റൂമുകളിലും ഉള്ളതുപോലെ തന്നെ ഈ ഒരു റൂമിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. ഈ ഒരു ഭാഗം റൂട്ട് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ അലുമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ചിട്ടല്ല ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് വരുന്ന ആ ഒരു ഭാഗം മുഴുവനായിട്ടും അലുമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഡോറുകളൊക്കെ സെറ്റ് ചെയ്തത്. ഈ ഒരു വാർഡ്രോബിൽ 2 ഡ്രോയർ ബാസ്ക്കറ്റ് ആണ് സെറ്റ് ചെയ്തത്. ഇതിലൊരു ഹിഡൻ ലോക്കറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലും സ്ലീക്കിൻ്റെ സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ട്രാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ വാർഡ്രോബിലും സെറ്റ് ചെയ്തതുപോലെ തന്നെ ഈ ഒരു വാർഡ്രോബിലും ഒരു മിററും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്ലൈഡിംഗ് മിറർ. അപ്പോൾ ഇതേപോലുള്ള വെറൈറ്റി വർക്കുകൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു ബെഡ്റൂമിൽ 2 ഡ്രോയർ ബാസ്ക്കറ്റാണ് സെറ്റ് ചെയ്തത്. അതുകൂടാതെ ഒരു ഹിഡൻ ലോക്കറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല. എല്ലാ വാർഡ്രോബുകളും ഉള്ള പോലെ തന്നെ ഒരു ഷട്ടർ ഈക്വൽ തട്ടിലും ഒരു ഷട്ടർ ഹാങ്കറിങ്ങിനായിട്ടാണ് പാർട്ടിഷൻ ചെയ്തത്. അപ്പോൾ അതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലെ വാർഡ്രോബ്. ഇനി ഇവിടുത്തെ വാഷ് ഏരിയ എങ്ങനെ സെറ്റ് ചെയ്തത് നമുക്ക് നോക്കാം. വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡാർക്ക് ഫിനിഷിങ്ങിൽ വരുന്ന വുഡ് ഫിനിഷിങ്ങിൽ വരുന്ന ഷീറ്റാണ്. ഇത് പൂർണ്ണമായിട്ടും ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്തത്. ഇതിൻ്റെ സൈഡ് ഭാഗം കവർ ചെയ്തിരിക്കുന്നത് അലുമിനിയം പ്രൊഫൈലാണ്. 4.5 ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ സൈഡ് കവർ ചെയ്തിരിക്കുന്നത്. റൗണ്ട് ഷെയ്ഡിൽ വരുന്ന
ഒരു മിററാണ് ഇതിനായിട്ട് സെറ്റ് ചെയ്തത്. ഇതിൻ്റെ മുകളിലായിട്ട് ഇനി ഗ്രാനൈറ്റ് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം സെറ്റ് ചെയ്തത്. ഇനി ഇവിടെ വരുന്നത് പറഗോള ഗ്ലാസ് ഫിക്സിംഗ് ആണ്. ഈ ഒരു പറഗോള ഗ്ലാസ് ഫിക്സിംഗ് ചെയ്തിരിക്കുന്നത് ഫ്രെയിംലെസ് ആയിട്ടാണ് ഈ ഒരു പറഗോള ഗ്ലാസ് ഫിക്സിംഗ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടിഭാഗത്തും മുകൾ ഭാഗത്തുമായിട്ട് എഫ് ചാനൽ വരുന്ന ആ ഒരു ചാനൽ ഉപയോഗിച്ച് ഫിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പറഗോള ഗ്ലാസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 8mm പ്ലെയിൻ ഗ്ലാസ് ആണ് ഇതിനായിട്ട് യൂസ് ചെയ്തത്. 8mm പ്ലെയിൻ ഗ്ലാസ് എച്ചിങ് ചെയ്തിട്ടാണ് ഈ ഒരു പറഗോള ഗ്ലാസ് സെറ്റ് ചെയ്തത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.